ഒരുപാട് കുട്ടികളുടെ സംശയത്തിനുള്ള മറുപടിയുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. BSc നഴ്സിംഗ് ആണോ അതോ BSc OT-AT കോഴ്സാണോ ഏറ്റവും ബെറ്റർ എന്നുള്ള ചോദ്യത്തിന്. BSc നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് നമ്മുടെ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഹോസ്പിറ്റലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു ക്ലിനിക്ക് ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. രണ്ട് കോഴ്സും ഒരുപോലെ ഡ്യൂറേഷൻ വരുന്നതാണ്. 4 വർഷം തന്നെയാണ് രണ്ട് കോഴ്സിൻ്റെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഏതൊരു ക്ലിനിക്കിൽ പോലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ BSc OT-AT കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ ഉള്ള ഹോസ്പിറ്റലായിരിക്കും നമ്മുടെ ഡ്യൂട്ടീസ് വരുന്നത്. പക്ഷേ നമുക്ക് നോർമലി നമ്മുടെ മെഡിക്കൽ കോഴ്സൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കുട്ടികളും ഇന്ത്യക്ക് പുറത്ത് അല്ലെങ്കിൽ അബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളായിരിക്കും. പുറത്ത് പോവുകയാണെങ്കിൽ രണ്ട് പ്രൊഫഷനും ഒരുപോലെ സ്കോപ്പുള്ള ഒരു കോഴ്സാണ് രണ്ടും. BSc നഴ്സിംഗും അതുപോലെ തന്നെ ഏറ്റവും സ്കോപ്പുള്ള ഒരു പ്രൊഫഷനാണ് നമ്മളുടെ BSc OT-AT. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ ക്ലിനിക്ക് പോലുള്ളതിലേക്ക് നമുക്ക് BSc നഴ്സിംഗ് ജോലിക്ക് കയറാൻ പറ്റും. പക്ഷേ OT-AT-കാർക്ക് ഓപ്പറേഷൻ തിയേറ്റർ ഉള്ള ഹോസ്പിറ്റലിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹോസ്പിറ്റലിൻ്റെ എണ്ണം കുറവാണ്. പക്ഷേ പുറത്ത് പോകുമ്പോൾ രണ്ടും ഒരുപോലെ നമുക്ക് സ്കോപ്പുള്ളൊരു പ്രൊഫഷൻ തന്നെയാണ്. ഇപ്പോൾ കുട്ടികളെല്ലാവരും പല പാരൻസും പറയാറുണ്ട് BSc നഴ്സിങ്ങിനാണ് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത്. OT-AT പഠിക്കാൻ ആഗ്രഹമുള്ളൊരു കുട്ടി പോലും ലാസ്റ്റ് അത് BSc നഴ്സിങ്ങിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ല. നമ്മളുടെ ആഗ്രഹം, നമ്മുടെ ഇൻട്രസ്റ്റ്, അതാണ് ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം. അത് നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ആ ഒരു കോഴ്സാണ് എടുക്കേണ്ടത്. അവർക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമായിരിക്കും ഡ്യൂട്ടി ഉണ്ടായിരിക്കുക. ഡോക്ടർ ഹെൽപ്പ് ചെയ്യുക, ഓപ്പറേഷന് ഡോക്ടർ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ അനസ്തേഷ്യയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുക. ഇതായിരിക്കും OT-AT പഠിച്ചൊരു കുട്ടിക്ക് ഉണ്ടാവുന്ന ജോലി എന്ന് പറയുന്നത്. പക്ഷേ BSc നഴ്സിംഗ് ആണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ എവിടെയൊക്കെ നമുക്ക് ഡ്യൂട്ടീസ് ഉണ്ടോ ആ ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ആയിട്ട് BSc നഴ്സിംഗ് പഠിച്ചൊരു കുട്ടിക്ക് ചെയ്യേണ്ടി വരും. ഈവൻ വാർഡിൽ പോലും എല്ലാ തരത്തിലുള്ള എല്ലാ മേഖലകളിലും അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ചില കുട്ടികൾക്ക് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കാനായിരിക്കും ആഗ്രഹം ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ള കുട്ടികളാണ് ആ ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് അത് പഠിക്കേണ്ടത്. അതിന് സ്കോപ്പില്ല എന്നല്ല, ഏതൊരു മെഡിക്കൽ കോഴ്സ് ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു സ്കോപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്കുള്ളതാണ്. അത് നമ്മുടെ ഇൻട്രസ്റ്റ് ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഇൻട്രസ്റ്റ് അതുപോലെ നമ്മുടെ കരിയർ ഗോൾസ് എന്താണോ അത് ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏത് കോഴ്സാണ് ബെറ്റർ, വിച്ച് കോഴ്സ് ഈസ് മോർ ബെറ്റർ, BSc നഴ്സിംഗ് ആൻഡ് OT-AT എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, നമ്മുടെ ഇൻട്രസ്റ്റ് ആൻഡ് കരിയർ ഗോൾസ്. അത് നോക്കിയിട്ടാണ് നിങ്ങൾ കോഴ്സ് ചൂസ് ചെയ്യേണ്ടത്. നല്ല ഓപ്ഷനുള്ള കോഴ്സുകൾ തന്നെയാണ് നമ്മുടെ BSc നഴ്സിംഗ് ആണെങ്കിലും BSc OT-AT ആണെന്നുണ്ടെങ്കിലും. ഓക്കെ.